നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ബിജെപി പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ സമീപനത്തിനെതിരെ അതൃപ്തിയുമായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് കമ്മിറ്റി. ജില്ലാ നേതൃത്വം അവഗണിക്കുകയാണെന്ന് ആക്ഷേപം. അവഗണന തുടർന്നാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കിഴക്കഞ്ചേരിയിൽ ബിജെപി നേതാവിന്റെ ബൈക്ക് കത്തിനശിച്ച നിലയിൽ. അക്രമത്തിന് പിന്നിൽ പ്രദേശത്ത് പാർട്ടിയിൽ നിലനിൽക്കുന്ന പ്രാദേശിക തർക്കങ്ങളെന്ന് സൂചന. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. പത്രിപ്പാലയിൽ പുഴുമിഠായി. ബേക്കറിയിൽ വിൽപ്പനയ്ക്ക് വെച്ച മിഠായിയിൽ പുഴുക്കളെ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ. പരിശോധന നടത്തിയത് അഗലൂർ സ്വദേശിയുടെ പരാതിയിൽ. ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശം. വേനലെത്തും മുമ്പേ നിള വരണ്ടു. 2 മാസം മുമ്പ് ഇരുകരകളെ തഴുകിയൊഴുകിയ പുഴ ഇപ്പോൾ കണ്ണീർച്ചാൽ മാത്രം. പൊള്ളുന്ന മണൽപ്പരപ്പ് പങ്കുവയ്ക്കുന്നത് കൊടും വരൾച്ചയുടെ ആശങ്ക. തുലാം വർഷം കനിഞ്ഞില്ലെങ്കിൽ കുടിവെള്ള വിതരണവും കാർഷിക ജലസേചനവും പ്രതിസന്ധിയിലാകും. ഇത് നവരാത്രിയുടെ പുണ്യദിനങ്ങൾ. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടങ്ങി. വാർത്തകൾ വിശദമായി. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ബിജെപി നേതാവിന്റെ ബൈക്ക് കത്തിനശിച്ച നിലയിൽ. ബിജെപി കിഴക്കഞ്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രേംരാജിന്റെ ബുള്ളറ്റ് ബൈക്കാണ് കത്തിനശിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കിഴക്കഞ്ചേരിയിൽ പാർട്ടിക്കുള്ളിൽ പ്രാദേശിക തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ബൈക്ക് കത്തിയ വിഷയമുണ്ടായത്. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. പെരിങ്ങോട്ടുകുറിശിയിൽ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയെ ജില്ലാ നേതൃത്വം അവഗണിക്കുന്നുവെന്ന ആക്ഷേപവുമായി ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം രംഗത്ത്. പഞ്ചായത്ത് കമ്മിറ്റിയെ തഴയുന്ന സമീപനം തുടർന്നാൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് കമ്മിറ്റിക്ക് കീഴിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടി വരുമെന്ന് ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റിയെ അറിയിക്കാതെ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ജില്ലാ നേതൃത്വത്തിന്റെ ആഭിമുഖ്യത്തിൽ യോഗം വിളിച്ചു ചേർത്തതായും ജില്ലാ മണ്ഡലം കമ്മിറ്റിയുടെ നിലപാട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. കമ്മിറ്റിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ പല സ്ഥലത്ത് 1-2 സ്ഥലത്ത് മീറ്റിങ്ങുകൾ നടത്തി. ആ മീറ്റിങ്ങുകൾ മണ്ഡലം പ്രസിഡന്റ് ജില്ലയുടെ സമ്മതത്തോടുകൂടി ജില്ലാ പ്രസിഡന്റ് വരുന്നു, പങ്കെടുക്കും എന്നെല്ലാം നുണപ്രചരണങ്ങളോടുകൂടി നടത്താൻ ശ്രമിച്ചു. അതിൽ വലിയ വിജയമൊന്നും വന്നിട്ടില്ല. ആ മീറ്റിംഗിൽ പങ്കെടുത്ത ഒരാളും ബിജെപിക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഫുൾ ടൈം വർക്കറോ ഒന്നുമല്ല. അങ്ങനെയുള്ള ആളുകളെ വെച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഇവിടെ ഒരു വിഭാഗീയത കൊണ്ടുവന്നത് മണ്ഡലവും ജില്ലയും കൂടിയിട്ടുള്ള തീരുമാനത്തിലാണ്. ഇതിൽ മെയിനായിട്ട് ഇപ്പോഴത്തെ ഒരു മണ്ഡലത്തിന്റെ പ്രസിഡന്റും അവിടെ ഈ ഭാഗം നോക്കുന്ന ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. ഇവരുടെ 2 ആളുടെയും കൊള്ളരുതായ്മയാണ് ഈ പ്രശ്നം ഇത്രയധികം കത്തിച്ചൊലിച്ച് ഈ ലെവലിൽ വന്നത്. ഇവരെന്ത് പറഞ്ഞു, ഇവരെന്ത് നുണ പറഞ്ഞു കൊടുക്കണോ അതുപോലെ ജില്ലാ പ്രസിഡന്റ് കേട്ട് അതിനനുസരിച്ചിട്ട് ജില്ലാ പ്രസിഡന്റും നീങ്ങുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ വഷളായിട്ടുള്ള കാര്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്തിരിപ്പാലയിൽ ബേക്കറിയിൽ നിന്നും വിൽപ്പന നടത്തിയ മിഠായിയിൽ പുഴുക്കൾ. ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. മണ്ണൂർ പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടത്തിയ പരിശോധനയിലാണ് ടൗണിലെ ബേക്കറിയിൽ നിന്നും പുഴുക്കളുള്ള മിഠായി പിടികൂടിയത്. ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിയത് അഗലൂർ സ്വദേശിയുടെ പരാതിയിൽ. കഴിഞ്ഞ ദിവസം അഗലൂർ സ്വദേശിയായ സനൂപ് തന്റെ 2 മക്കളുമൊത്ത് പിറന്നാളാഘോഷത്തിന്റെ ഭാഗമായാണ് പത്തിരിപ്പാല ടൗണിൽ പ്രവർത്തിക്കുന്ന ബേക്കറിയിൽ നിന്നും മിഠായും കേക്കും വാങ്ങിയത്. വീട്ടിലെത്തിയ ശേഷം കുട്ടികൾ മിഠായി കഴിച്ചതോടെയാണ് കുട്ടികൾക്ക് വയറുവേദനയും ഛർദിയും അനുഭവപ്പെട്ടത്. തുടർന്ന് കുട്ടികൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംശയത്തെ തുടർന്ന് രക്ഷിതാക്കൾ മിഠായി പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് മിഠായിക്കകത്ത് പുഴുക്കളെ കണ്ടെത്തിയത്. ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിതയ്ക്കും ആരോഗ്യവകുപ്പിനും രക്ഷിതാക്കൾ പരാതി നൽകിയതോടെയാണ് സംയുക്ത സംഘം വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ബേക്കറിയിൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ പഴകിയ വ്യാപകമായ പുഴുക്കളുള്ള മിഠായി കണ്ടെത്തി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബേക്കറി തുറന്നു പ്രവർത്തിക്കരുതെന്നും ഉടമയ്ക്ക് കർശന നിർദ്ദേശം നൽകി. ഉടമയിൽ നിന്ന് പിഴ ഈടാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഞ്ചായത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി, എല്ലാവരും ഞാൻ ഉൾപ്പെടുന്ന സംഘം 4:15 ജംഗ്ഷനിലുള്ള വിക്കാമിക്സ് സ്ഥാപനം പരിശോധന നടത്തിയിട്ടുണ്ടായി. അവിടെ നിന്ന് ഉപകരിക്കുന്ന നിലയിലുള്ള ചോക്ലേറ്റ് തിരിച്ചെടുത്തു. അവർക്ക് സർക്കാർ സ്റ്റോർ കട അടയ്ക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. JHI ശർമ്മ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VU അബ്ദുൽ സമീം, ഹെഡ് ക്ലർക്ക് KT സന്ധ്യ,
ക്ലർക്ക് എ റിയാസുദ്ദീൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. രാഷ്ട്രപിതാവിന്റെ സ്മരണയിൽ KSEB ഷൊർണൂർ ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം നടത്തി. ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയ സംഗമം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 2 മുതൽ 8 വരെ ഉപഭോക്തൃ സേവന വാരമായി KSEB ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഷൊർണൂർ ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഈ KSEB വന്നിട്ടുള്ള വലിയ മാറ്റമായിട്ട് കാണുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമ്മുടെ ഗവൺമെന്റ് ഈ കാര്യം വളരെ നല്ല നിലപാടാണ് സ്വീകരിച്ചത്. KSEBയുടെ ഈ ഘട്ടത്തിൽ നമുക്ക് ഈ 8 കൊല്ലക്കാലയളവിൽ ഒരു തവണ പോലും നമുക്ക് പോകേണ്ട ഓപ്ഷനിങ്ങോ ഇല്ലാതെ പോകാൻ സാധിക്കുന്നു എന്നത് തന്നെ അതിന്റെ കാര്യക്ഷമതയാണ് കാണിക്കുന്നത്. ഷൊർണൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ശ്രീറാം അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ PMU എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK പ്രകാശൻ സ്വാഗതം പറഞ്ഞു. ഇലക്ട്രിക്കൽ സെക്ഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C ചന്ദ്രൻ, ചളവറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത, ഷൊർണൂർ ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K രവീന്ദ്രൻ, ചെർപ്പളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K പ്രസാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ വിഷയങ്ങളിൽ ഉപഭോക്താക്കളുടെ സംശയങ്ങൾക്ക് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. വൈദ്യുതി സുരക്ഷ സംബന്ധിച്ച് ബോധവൽക്കരണവും ഉണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വേനലെത്തും മുമ്പ് നിളവരണ്ടു. ഷൊർണൂർ മേഖലയിൽ പുഴയിപ്പോൾ മണൽപ്പരപ്പ് മാത്രമാണ്. തുലാവർഷത്തിൽ പ്രതീക്ഷിച്ച മഴ ലഭിച്ചില്ലെങ്കിൽ കടുത്ത വരൾച്ചയാണ് നാടിനെ കാത്തിരിക്കുന്നതെന്ന ആശങ്കയിലേക്കാണ് വറ്റിയ പുഴ വിരൽ ചൂണ്ടുന്നത്. 2 മാസം മുമ്പ് രൗദ്രഭാവത്തോടെ കുത്തിയൊലിച്ചൊഴുകിയ പുഴയാണിത്. ഇന്ന് ഒരു കണ്ണീർച്ചാൽ മാത്രം. മെലിഞ്ഞുണങ്ങി അങ്ങിങ്ങായി തളം കെട്ടിയ അല്പം ജലം മാത്രമാണ് പുഴയുടെ അവശേഷിപ്പ്. പൊള്ളുന്ന മണൽത്തിട്ടകൾ, ഉണങ്ങിമൊരിഞ്ഞ പുൽത്തകിടികൾ, ഒഴുകിയടിഞ്ഞ അവശിഷ്ടങ്ങൾ. വേനലാരംഭത്തിൽ തന്നെ ഇതുമാത്രമായിരിക്കുന്നു പുഴ. ഇവിടെയൊരു പുഴയുണ്ടായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തലായി അല്പം ജലം മാത്രമുണ്ട്. പരന്നുകിടക്കുന്ന മണൽ പരവതാനിയായി നിള മാറിക്കഴിഞ്ഞു. ഒഴുക്കുനിലച്ച പുഴ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. അവശേഷിക്കുന്ന ജലം കൂടി കൊടും വേനലിൽ വറ്റുന്നതോടെ കടുത്ത ജലപ്രതിസന്ധിയെയാണ് ഈ നാട് നേരിടേണ്ടി വരിക. ഷൊർണൂർ മേഖലയിൽ ഏതാണ്ട് വറ്റിത്തുടങ്ങിയ പുഴ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാകുന്നു. നഗരസഭാ പ്രദേശത്തും വാണിയംകുളം പഞ്ചായത്ത് പരിധിയിലും കുടിവെള്ളമെത്തുന്നത് നിളയിൽ നിന്നാണ്. കാർഷിക മേഖലയ്ക്കും വരൾച്ച കടുത്ത പ്രതിസന്ധിയായി മാറുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. ഭാരതപ്പുഴ വാസ്തവത്തിൽ മെയിൻ കുടിവെള്ള സ്രോതസ്സാണ്. പാലക്കാട് ജില്ല, മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല, ഈ 3 ജില്ലയെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ 140 പരം പഞ്ചായത്തുകൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ആ പുഴ അറബിക്കടലിൽ എത്തുന്നതിന് മുമ്പ് പല തലങ്ങളിൽ കൂടി ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന പല ഭാഗത്തും തടയണകൾ കെട്ടി ആണ് കുടിവെള്ളം മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തോ ആരാണെങ്കിലും അത് സംഭരിച്ച് വിതരണം ചെയ്യുന്നത്. ഇവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മഴ പെയ്യുമ്പോൾ ധാരാളം വെള്ളം ഭാരതപ്പുഴയിലുണ്ട്. പക്ഷെ അതേസമയം ഈ മഴക്കാലം ഇപ്പം നിങ്ങൾ നോക്കൂ, മഴക്കാലം കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഗുരുതരമായ ഒരു കുടിവെള്ളക്ഷാമത്തിലേക്ക് എത്രയും വൈകാണ്ട് ബുദ്ധിമുട്ടിലേക്ക് വരും എന്നുള്ളതാണ് സ്ഥിതിവിശേഷം. ഈ ഒരു തടയണ ഇമ്മീഡിയറ്റ് നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കുത്തൊഴുക്കിലും മണലും മണ്ണും ചെളിയും എല്ലാം വന്ന് നിറഞ്ഞ് ഏതാണ്ട് തടയണ നിറഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ അവിടെ എവിടെ വെള്ളം ശേഖരിക്കപ്പെടുന്നതാണ് നമ്മൾ കരുതുന്നത്? വെള്ളം ഈ തടയണയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മുനിസിപ്പാലിറ്റിയുടെ ഇത്രയും വാർഡുകളിലും സമീപ വാണിയംകുളം അതുമാതിരി മറ്റുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ, കുടിവെള്ളം എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ശുദ്ധമായ ജലം എത്തിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ പ്രായോഗികമാവുമെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയില്ല. ന്യൂസ് സെന്റർ,
ഷൊർണൂർ. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ക്യാമ്പയിന് തുടക്കമായി. മേഴത്തൂർ GHSൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ ഷെൽജ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ തൃത്താല പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷയായി. ചടങ്ങിൽ വെച്ച് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരം തുണിസഞ്ചി ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രതീകാത്മകമായി സ്കൂൾ ലീഡർക്ക് തുണിസഞ്ചി കൈമാറി. GEO പ്രസാദ്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് തുടങ്ങിയവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഹരിത വിദ്യാലയം, ഹരിത കലാലയം വിഭാഗത്തിൽ A+ നേടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ TC ബിജു ഉദ്ഘാടനം ചെയ്തു. നാട്ടകത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ഒരു പ്രാഥമികമായ ധാരണയാണ് എനിക്ക് ആദ്യം വരുന്നത്. കാരണം ഇവിടെ ഈ നവരാത്രി പരിപാടികൾ ആദ്യമായിട്ട് ആസൂത്രണം ചെയ്യുന്നത് ഞാനുള്ള സമയത്താണെന്ന് തോന്നുന്നു. അത് തുടർച്ച പിന്നീട് ഈ ക്ഷേത്രത്തിൽ അത് തുടർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നവരാത്രിയുടെ ഉദ്ഘാടകർ എന്ന രീതിയിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ജയരാജ് വാര്യർ എന്നോട് ആവശ്യപ്പെട്ടത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മലബാർ ദേവസ്വം ബോർഡ് ജൂനിയർ സൂപ്രണ്ട് PT സുഷാകുമാരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ K ദിനേശൻ സ്വാഗതം ആശംസിച്ചു. പരിപാടിയിൽ പ്രശസ്ത സിനിമാ നടൻ ജയരാജ് വാര്യർ മുഖ്യ അതിഥിയായി. കലാകാരന്മാരായിട്ടുള്ളവർ, കലകളിൽ പ്രാവീണ്യമുള്ളവർ, മഹാകലാകാരന്മാർ, പുതിയതായി വരുന്നവർ, അവരെല്ലാവരും ഒരുപോലെ കൊണ്ടാടുന്ന ഒന്നാണ് ഈ കലയുടെ ഈ 9 ദിനങ്ങൾ. നവരാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പുതുക്കി പണിയുന്ന രാത്രികൾ എന്നാണ് അതിൻ്റെ അർത്ഥം. നവങ്ങളായ പുതിയ പുതിയ ആശയങ്ങൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയും അതിലൂടെ പുതിയ കലാകാരന്മാർ വരികയും കുറേ കാലമായി കലാരംഗത്തുള്ളവരുടെ കലയെ ജനങ്ങളെത്തിക്കുകയും നമ്മുടെ മനസ്സിനെ വീണ്ടും പുതുക്കി പണിയുകയും ചെയ്യുന്ന ഒരു വലിയ ഒന്നാണ്. ക്ഷേത്രം തന്ത്രി ആഞ്ഞം മധുസൂദനൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മലബാർ ദേവസ്വം ബോർഡ് ഇൻസ്പെക്ടർ P സുരേഷ്, പാരമ്പര്യ ട്രസ്റ്റി ME നാരായണൻ, ഞാങ്ങാട്ടിരി മഹർഷി വിദ്യാലയം മാനേജിംഗ് ഡയറക്ടർ വിനിയ ഗോപാൽ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. VP ഉണ്ണികൃഷ്ണൻ പരിപാടിക്ക് നന്ദി അറിയിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനം ഒക്ടോബർ 6 നടക്കും. ഒരു വർഷം നീണ്ടുനിന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പ്രഖ്യാപിച്ച കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 6 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമീസ് മൈത്രോപാലിത്തയുടെ അധ്യക്ഷതയിൽ ആലത്തൂർ MP K രാധാകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ വെച്ച് നിർധനരായ ഒരു കുടുംബത്തിന് വീട് വെച്ചു നൽകുന്നതിന്റെ താക്കോൽദാന ചടങ്ങും നടക്കും. കൂടാതെ പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാരും സന്നിഹിതരാവുമെന്ന് ഭാരവാഹികളായ ഫാദർ കുര്യാക്കോസ് വൈദ്യൻപറമ്പിൽ, ട്രസ്റ്റി ആൻഡ് കൺവീനർ PV ഷാജൻ, ജോയിന്റ് കൺവീനർ വിൽസൺ മയക്കാട്ടുകുളം, കമ്മിറ്റി അംഗം CG ബിനോരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പുത്തൻപള്ളിയുടെ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2000 വർഷങ്ങൾക്ക് അപ്പുറം ക്രിസ്തുവിനാൽ സ്ഥാപിതമായതും വിശുദ്ധ പത്രോസാന പാറമേൽ പണിതുമായ സഭയുടെ പിൻഗാമികളായി വന്ന വിശുദ്ധ പാത്രികേസന്മാരുടെ കീഴിൽ ഭരിക്കപ്പെട്ടു വന്നതും എന്നാൽ 1972 കാലഘട്ടങ്ങളിൽ സഭയിൽ ഭിന്നിപ്പുണ്ടായി തങ്ങളുടേതായ ദേവാലയത്തിലെ സ്വതന്ത്രമായ ആരാധനകൾ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിൽ അടിയുറച്ചു നിൽക്കുന്നതിനും ആ വിശ്വാസത്തിൽ തുടർന്ന് ഉദാശകളും മറ്റു കാര്യങ്ങളും ചെയ്ത് ലഭിക്കുന്നതിനും വേണ്ടി ഒരു ദേവാലയം ആവശ്യമായി വന്നപ്പോൾ ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂരിൽ ഗാന്ധി സ്മൃതി സംഗമവും ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ 100ാം വാർഷികവും ആചരിച്ചു. ഗാന്ധി സ്മൃതി സംഗമം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. KM നൂർജഹാൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം സുനീത പ്രേംദാസ്,
ബ്ലോക്ക് സെക്രട്ടറി PM മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നവാസ്, ഫഹദ്, റസാഖ്, നെല്ലിക്കാട്, അനുമോൾ, കൊച്ചുറാണി, ഷിഹാബ്, സ്വർണകുമാരൻ, കുഞ്ചുണ്ണി, സ്വാമിനാഥൻ, ജബാർ, ദീപ, പ്രജിത, ജമാൽ, ഷാഹിന തുടങ്ങിയവർ പങ്കെടുത്തു. ഗാന്ധി ജയന്തി ആഘോഷിക്കേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ഉത്തരവാദിത്തവും അതുപോലെ തന്നെ കർത്തവ്യവുമാണ്. നമുക്കറിയാം, ഗാന്ധിജി ഇല്ലെങ്കിൽ ഇന്ത്യയില്ല, ഇന്ത്യയുടെ ആശയങ്ങളില്ല, ഇന്ത്യയുടെ ഒന്നുമില്ല. ഇന്ത്യ എന്നാൽ ഗാന്ധിജിയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച അഹിംസയിലൂടെ നമുക്ക്. പട്ടാമ്പി മണ്ഡലത്തിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആധുനിക രീതിയിലുള്ള കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 3,90,00,000 രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആധുനിക രീതിയിലുള്ള പുതിയ സ്കൂൾ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പ്രവൃത്തികൾ ഇതിനകം പുരോഗമിക്കുകയാണ്. 3 നിലകളിലായി 12 ക്ലാസ് മുറികളാണ് ഉള്ളത്. കിഴക്കാണ് നിർവ്വഹണ ചുമതല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ പ്രഖ്യാപിച്ച പദ്ധതി കൂടിയാണിത്. പൂർണ്ണമായും കിഫ്ബി ഫണ്ടിൽ നിന്നും 3,90,00,000 രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ലിഫ്റ്റ് സൗകര്യവും ഒരുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഫണ്ട് കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ടെന്ന് MLA പറഞ്ഞു. സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി സ്കൂളിൽ ആവശ്യമായ കൂടുതൽ നവീകരണ പദ്ധതികൾ നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയ മുഹമ്മദ് ഹുസൈൻ MLA പറഞ്ഞു. മികച്ച രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് മുറികളാണ് ഇതിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാവശ്യം വേണ്ട ക്ലാസ് മുറികളാകും. ഇതിന്റെ കൂടെ തന്നെ SSKയുടെ ഫണ്ടിൽ 2 ക്ലാസ് മുറികളുടെ നിർമ്മാണം കൂടി അപ്പുറത്ത് നടക്കുന്നുണ്ട്. നേരത്തെ MLA ഫണ്ടിൽ ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെട്ട പ്രകാരം ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ബസ്സും MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കി. ഈ വിദ്യാലയത്തിൽ ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. SSKയുടെ ഫണ്ട് ഉപയോഗിച്ച് 2 ക്ലാസ് മുറികളുടെ നിർമ്മാണ പ്രവർത്തനവും അപ്പുറത്ത് നടക്കുന്നുണ്ട്. നേരത്തെ MLA ഫണ്ടിൽ നിന്നും സ്കൂളിലേക്ക് ടോയ്ലറ്റ്, കോർട്ട് കോംപ്ലക്സ്, ഒരു ബസ് എന്നിവ നൽകിയിരുന്നു. MLAക്കൊപ്പം ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സാംസ്കാരിക വകുപ്പിന് കീഴിൽ ലക്കിടി കിള്ളിക്കുറിശിമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിലെ കലാപീഠത്തിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് ഭരണസമിതി ചെയർമാൻ K. ജയദേവൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 5-ന് ക്ലാസുകൾക്ക് തുടക്കം കുറിക്കുമെന്നും K. ജയദേവൻ അറിയിച്ചു. തുള്ളൽ, മൃദംഗം, കർണാടക സംഗീതം, മോഹിനിയാട്ടം എന്നീ കലകളുടെ 3 വർഷ കോഴ്സിന്റെ 2-3 വർഷ ക്ലാസുകളാണ് 5-ന് ആരംഭിക്കുന്നത്. കലാപീഠത്തിലെ പുതിയ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. 1-ാം വർഷ കോഴ്സുകൾ വിജയദശമിയോടനുബന്ധിച്ച് ആരംഭിക്കും. കലാപീഠത്തിൽ എല്ലാ കലകളെയും സംയോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. പ്രായഭേദമന്യേ എല്ലാവർക്കും കലാപീഠത്തിൽ വിദ്യ അഭ്യസിക്കാനുള്ള അവസരമുണ്ടായിരിക്കുമെന്നും കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായതോടെ ഇവിടെ പഠിക്കുന്നവർക്ക് കലാമണ്ഡലത്തിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ സാങ്കേതിക തടസ്സമുണ്ടെന്നും ജയദേവൻ പറഞ്ഞു. അപ്പോൾ അത് ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയാണ്. സെക്കൻഡ് ഇയർ, ഫൈനൽ ഇയർ കുട്ടികളുടെ ക്ലാസ്സുകൾ 5-ാം തീയതി, അതായത് മറ്റന്നാൾ ആരംഭിക്കും. പിന്നെ ഫസ്റ്റ് ഇയർ പുതിയ ബാച്ച് പ്രോസ്പെക്ടസ് തന്നിട്ടുണ്ട്. ആ 4 വിഭാഗത്തിലാണ് ക്ലാസ്സുകൾ ഉള്ളത്. അപ്പോൾ ആ ക്ലാസ്സുകൾ വിജയദശമി ദിവസം ആരംഭിക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. തുള്ളലും പാട്ടും വായ്പാട്ടും അതുപോലെ തന്നെ മൃദംഗവും മോഹിനിയാട്ടവും 4 മേഖലകളിലായിട്ടാണ് ക്ലാസ് ഉള്ളത്. അതിൽ തുള്ളൽ ഫീസ് ഇല്ലാതെ ഫ്രീ ആയിട്ടാണ്, കാലങ്ങളായിട്ട് തന്നെ അങ്ങനെയാണ്. ബാക്കിയുള്ളതിനെല്ലാം ഫീസുണ്ട്. അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയും ഒരു നല്ല വാർത്ത അതിനെ സംബന്ധിച്ച് കൊടുക്കണമെന്ന് നിങ്ങളോടൊന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി MN നാരായണൻ നമ്പൂതിരി, ഭരണസമിതി അംഗം IM സതീശൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. BJP പാലക്കാട് ജില്ലാ നേതൃത്വത്തിന്റെ സമീപനത്തിനെതിരെ അതൃപ്തിയുമായി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് കമ്മിറ്റി. ജില്ലാ നേതൃത്വം അവഗണിക്കുകയാണെന്ന് ആക്ഷേപം. അവഗണന തുടർന്നാൽ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കിഴക്കഞ്ചേരിയിൽ BJP നേതാവിന്റെ ബൈക്ക് കത്തിനശിച്ച നിലയിൽ. അക്രമത്തിന് പിന്നിൽ പ്രദേശത്ത് പാർട്ടിയിൽ നിലനിൽക്കുന്ന പ്രാദേശിക തർക്കങ്ങളെന്ന് സൂചന. വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു. പത്രിപ്പാളിയിൽ പുഴുമിഠായി. ബേക്കറിയിൽ വിൽപ്പനയ്ക്ക് വെച്ച മിഠായിയിൽ പുഴുക്കളെ കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന്റെ പരിശോധനയിൽ.
പരിശോധന നടത്തിയത് അഗലൂർ സ്വദേശിയുടെ പരാതിയിൽ. ബേക്കറി അടച്ചുപൂട്ടാൻ നിർദ്ദേശം. വേനലെത്തും മുമ്പേ നിള വരണ്ടു. 2 മാസം മുമ്പ് ഇരുകരകളെ തഴുകിയൊഴുകിയ പുഴ ഇപ്പോൾ കണ്ണീർച്ചാൽ മാത്രം. പൊള്ളുന്ന മണൽപ്പരപ്പ് പങ്കുവയ്ക്കുന്നത് കൊടും വരൾച്ചയുടെ ആശങ്ക. തുലാം വർഷം കനിഞ്ഞില്ലെങ്കിൽ കുടിവെള്ള വിതരണവും കാർഷിക ജലസേചനവും പ്രതിസന്ധിയിലാകും. ഇത് നവരാത്രിയുടെ പുണ്യദിനങ്ങൾ. ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. പട്ടാമ്പി ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷം തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.